അള്ളാഹുവിന് നമ്മൾ ശുക്ർ കാണിക്കേണ്ട നിഅമത്താണ്. അള്ളാഹു കിതാബും സുന്നത്തും എത്ര കുറച്ചാണെങ്കിലും അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞു, അല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അള്ളാഹു താങ്കൾക്ക് അറിവില്ലാത്തത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഓ നബിയെ, അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന അവൻ്റെ ഫദ്ൽ, അവൻ്റെ ഔദാര്യം, അള്ളാഹു താങ്കൾക്ക് നൽകിയ അവൻ്റെ ഔദാര്യം അദീമൻ, വലിയ ഔദാര്യമാണ്. എന്തു പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്? വഅല്ലമക മാ ലം തകുൻ തഅലം. നിനക്കറിയാത്തത് അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഖുർആൻ ഓതാൻ അറിയുന്നുണ്ടെങ്കിൽ അള്ളാഹു ശുക്ർ ചെയ്യേണ്ട നിഅമത്താണത്. നോക്കിയത് കേവല പാരായണം പോലും അറിയാത്ത എത്ര ആളുകളുണ്ട്. കുറച്ചെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബ് നിനക്ക് ഹിഫ്ളുണ്ടോ, അള്ളാഹുക്ക് നന്ദി കാണിക്കുക, അത് നഷ്ടപ്പെടുത്തി കളയരുത്. റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ, റബീഅത്തുർ റഈ എന്നറിയപ്പെട്ടിരുന്ന മുൻഗാമികളിലെ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കിതാബുൽ ഇൽമിൽ ഉദ്ധരിച്ചത് കാണാം. ലാ യംബഗി ലി അഹദിൻ ഇൻദഹു ഷൈഉൻ മിനൽ ഇൽമി അൻ യുദയ്യ നഫ്സഹ. എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും അറിവ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരാളും തന്നെ അവനവൻ്റെ കാര്യം കൊണ്ടുപോയി കളഞ്ഞേക്കരുത്, നശിപ്പിച്ചേക്കരുത്. മറിച്ച് അത് പരിപാലിക്കാനും അത് വളർത്തിയെടുക്കാനും ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ചിലപ്പോൾ ഈ രൂപത്തിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ ഇരുന്ന് പഠിച്ചിറങ്ങി എന്ന് പറയുന്ന ആളുകൾക്ക് ലഭിക്കാത്ത അമൂല്യമായ ഏറ്റവും ആവശ്യമുള്ള വിജ്ഞാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അത് ചോദിച്ചാൽ അബൂജഹലും കൂട്ടരും അംഗീകരിച്ചിരുന്ന അർത്ഥം പറയുന്ന ആളുകളെക്കാൾ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ എത്ര വലിയ ഫദ്ലാണ്. അതിൻ്റെ അർത്ഥം, യഥാർത്ഥ അർത്ഥം അറിയുന്ന ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ.